ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ഹോപ്പിറ്റൽ റൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൽ ഹോപ്പിറ്റൽ ആണ്, ഹോസ്പിറ്റൽ അല്ല. കാരണം നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് അവിടെ ഇല്ല. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ലാപ്പിറ്റാൽ എന്നാണ്. ലാപ്പിറ്റാൽ, അതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ലാപ്പിറ്റാൽസ് റൂൾ ആണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഓബിയസ്ലി നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെന്താണെന്നുള്ള കാര്യം പഠിക്കും. ഇപ്പോഴെന്തായാലും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x². പറയാമോ? അറിയില്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x². അപ്പൊ നമ്മൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാല് നേരെ വാല്യൂ എടുത്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾ ചെയ്തത്. കാരണം ഈ രണ്ട് ഫംഗ്ഷന് വാല്യൂ നേരെ കൊടുത്താൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആൻസറും കൃത്യമായിട്ട് കിട്ടിയത്. അത് നമ്മുടെ ഭാഗ്യമാണ്. അല്ലാതെ വേറൊന്നുമല്ല. സപ്പോസ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x² minus 1 by x minus 1. അപ്പൊ നമ്മൾ വിചാരിക്കും വാല്യൂ നേരെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് 1² minus 1 by 1 minus 1. That will be 0 by 0. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നമ്പറിലേക്കാണ് പോയത്. ഇനി അടുത്ത് വേറെ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by x. sin 0 by 0 by 0. ഈ ഫോർമാറ്റിലേക്കാണ് ഇത് പോയത്. ഈ ഫോർമാറ്റിലേക്ക് പോയത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും കിട്ടാതെ വന്നു. ദിസ് പെർട്ടിക്കുലർ ഫോർമാറ്റ്, അതായത് 0 by 0 എന്ന ഈ ഫോർമാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോം. 0 by 0 ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അതായത് അവിടെ അത് എന്താണെന്ന് കൃത്യമായി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് ആ നമ്പർ എന്ന് ഇതുവരെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 0 by 0. ന്യൂമറേറ്ററും 0, ഡിനോമിനേറ്ററും 0. ന്യൂമറേറ്റർ നോൺ സീറോയും ഡിനോമിനേറ്റർ 0 ആകുന്നത്, അതായത് സംതിങ് ഡിവൈഡഡ് ബൈ 0യും എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. ബട്ട് വാട്ട് എവർ, അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ന്യൂമറേറ്ററും 0, ഡിനോമിനേറ്റർ 0. യഥാർത്ഥത്തിൽ ഇയാളുടെ ലിമിറ്റ് 2 ആണ്. യഥാർത്ഥത്തിൽ ഇയാളുടെ ലിമിറ്റ് 1. അപ്പൊ എങ്ങനെ ഈ അബദ്ധം കാണിക്കാതെ, അതായത് നമുക്ക് നേരെ എടുത്ത് കൊടുക്കാനേ അറിയത്തുള്ളൂ. ഈ നേരെ എടുത്ത് കൊടുക്കാതെ
നേരെ എടുത്ത് കൊടുത്താൽ കിട്ടത്തില്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോമിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം? അതാണ് എൽ ഹോപ്പിറ്റൽ റൂള് നിങ്ങൾ പഠിക്കുന്നത്, ലാപിറ്റാൽ റൂൾ നിങ്ങൾ പഠിപ്പിക്കുന്ന അതാണ്. എങ്ങനെ നിങ്ങൾക്ക് യഥാർത്ഥ ഉത്തരത്തിലേക്ക് എത്താം? നേരെ എടുത്തു കൊടുക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നേരെ എടുത്തു കൊടുക്കുമ്പം ഇങ്ങനെ ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് ചെന്നെത്താറുണ്ട് നമ്മൾ. അപ്പൊ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം, അതാണ് ലാപിറ്റാൽ റൂള് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ലാപിറ്റാൽ റൂള് അതിനാണ് സഹായിക്കുന്നത്. ശരി, അപ്പോൾ എങ്ങനെയാണ് ലാപിറ്റാൽ റൂള് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറം, ലാപിറ്റാൽ റൂൾ ഓഫ് ദ ഫോം 0/0. അതായത് നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അതിൽ രണ്ടിലും എ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടിയത്. അതായത് അതിന്റെ ലിമിറ്റ് 0 ആണ്. ആണെന്ന് വിചാരിക്കുക രണ്ടു പേർ. നമുക്ക് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവരുടെ രണ്ടുപേരുടെയും മറ്റേ കോഷ്യന്റിന്റെ ലിമിറ്റാണ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അതിന്റെ ലിമിറ്റാണ്. സ്വാഭാവികമായിട്ടും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0ലേക്ക് പോകുന്നതുകൊണ്ട് അത് 0/0 ഫോർമാറ്റിലാണ്. അന്ന് എടുത്ത് പറയുന്നത് കേട്ടോ, 0/0 തന്നെ വരണം. 1/0 വന്നാലൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. 2/0, 10/0 അതൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് 0/0 ഫോർമാറ്റ് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് എക്സ് കൊണ്ടും ജി ഓഫ് എക്സിനെ ജി ഡാഷ് എക്സ് കൊണ്ടും റീപ്ലേസ് ചെയ്യും. എഫ് ഡാഷ് എക്സ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്, ജി ഡാഷ് ഓഫ് എക്സ് അതേപോലെ ഡെറിവേറ്റീവ് ആണ്. എന്നിട്ട് അതേ ലിമിറ്റ് കൊടുക്കാം. ഉത്തരം സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ ആലോചിക്കുക, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആ ലിമിറ്റിൽ, എ എന്ന ലിമിറ്റിൽ പൂജ്യമായിപ്പോയി, രണ്ടുപേരും 0 അപ്പൊ അതിന്റെ കോഷ്യന്റിന്റെ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 0/0 ഫോർമാറ്റിലാവും. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും അതത് ഡെറിവേറ്റീവുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് അതേ പോയിന്റിൽ ലിമിറ്റ് കണ്ടുപിടിച്ചാലും ഉത്തരത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, ഉത്തരം സെയിം ആയിരിക്കും എന്നാണ് ലാപിറ്റാൽ റൂൾ ഓഫ് ഫോം 0/0 പറയുന്നത്. ശരി, നമുക്ക് എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടാത്ത സ്റ്റക്കായി നിന്ന രണ്ട് ചോദ്യം ഉണ്ടല്ലോ, അതാ നടക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² - 1/x - 1 0/0 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ന്യൂമറേറ്ററിനെ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ന്യൂമറേറ്റർ 2x ആണ്, താഴെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഡെറിവേറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്താലും ഉത്തരം മാറില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി നിങ്ങൾ എക്സിന് 1 കൊടുത്തു നോക്കൂ. 2 × 1/1 2. 2 × 1/1 2. ഡൺ. ഇനി അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x/x കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ 0/0 ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x-ന്റെ ഡെറിവേറ്റീവ് cos x, x-ന്റെ ഡെറിവേറ്റീവ് 1. cos x-ൽ 0 കൊടുത്താൽ 1 ആണ് ഉത്തരം. അതുകൊണ്ടാണ് ഇവിടെ 1 കിട്ടിയത്. ഓക്കെ, ഇറ്റ് വർക്ക്സ്. ശരിയാണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് തിയറി. ഒരിക്കലും ലാപിറ്റാൽ റൂള് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇരിക്കുന്ന മൊത്തം ആൾക്കാരെ ഒരുമിച്ച് അങ്ങ് ഡെറിവേറ്റീവ് എടുക്കരുത്. അതായത് ഇപ്പൊ കോഷ്യൻ റൂൾ ഒന്നും അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കരുത്. ന്യൂമറേറ്ററിന്റെ പ്രത്യേകം ഡെറിവേറ്റീവ്, ഡിനോമിനേറ്ററിന്റെ പ്രത്യേകം ഡെറിവേറ്റീവ് എന്നിട്ട് എഴുതിയാൽ മതി. ഒരിക്കലും ആ അബദ്ധം ചെയ്തു വെക്കരുത്. അബദ്ധം ചെയ്തു വെച്ചാൽ അവിടെ ഒന്നും കിട്ടാൻ പോകും. ലാപിറ്റാൽ റൂൾ ഇതാണ്. ശരി, അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇതിലെ പ്രോബ്ലങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
First question, limit x tends to 2, x square minus 4 by x minus 2. ലിമിറ്റ് നേരെ കൊടുക്കുകയാണെങ്കിൽ 4 മൈനസ് 4 0, 2 മൈനസ് 2 0. അതായത് ഇത് 0/0 ഫോർമാറ്റ് തന്നെയാണ്. ഞാനത് കൺഫേം ചെയ്യുന്നു. നെക്സ്റ്റ്, രണ്ടുപേരെയും അവരവരുടെ ഡെറിവേറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. 2x ആണ്, താഴെ 1 ആണ്. x tends to 2 കൊടുക്കുന്നു. 2 into 2 4/1 4 കിട്ടി. ലിമിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സിമ്പിൾ ആസ് ദാറ്റ്. നേരെ കൊടുത്താൽ കിട്ടില്ലായിരുന്നു. ഇപ്പോ എത്ര അടിപൊളിയായിട്ട് അത് കിട്ടിയെന്ന് ആലോചിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x tends to 0 sin 2x by x. sin 2x by x. Obviously 0 കൊടുക്കുമ്പോൾ sin 0 0 ആണ്, by 0 ആണ്, 0/0 ഫോർമാറ്റ്. 0/0 ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ ലാപിറ്റാൽ റൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലിമിറ്റ് x tends to 0, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, പിന്നെ 2x ഉണ്ട്, അതുകൊണ്ട് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ടെൻസ് 0 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു കോസ് 0, കോസ് 0 1 ആണ്, അതുകൊണ്ട് 2. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, ലിമിറ്റ് x tends to π/2, 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. കൊടുത്തു നോക്കാം. 1 മൈനസ് സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 1 0. കോസ് π/2 0 ആണ്. 0. 0/0 ഫോം. റീപ്ലേസ് വിത്ത് ദ ഡെറിവേറ്റീവ്. റീപ്ലേസ് വിത്ത് ദ ഡെറിവേറ്റീവ്. 1ന്റെ ഡെറിവേറ്റീവ് 0, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, അപ്പൊ അവിടെ മൈനസ് കോസ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസും മൈനസും പോവും. കോസ് π/2 കൊടുക്കുമ്പോൾ 1 കിട്ടും. സോറി, കോസ് π/2 കൊടുക്കുമ്പോൾ 0 കിട്ടും. സൈൻ π/2 കൊടുക്കുമ്പോൾ 1 കിട്ടും. 0/1 0. 0/1 0. കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് നോക്കാം. ലിമിറ്റ് x tends to 0, e raised to x minus 1 by x cube. e raised to x minus 1 by x cube. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. 0/0 0 കൊടുത്തു നോക്കാം. e raised to 0 1 ആണ്. e raised to 0 1. 1 minus 1 0. താഴെ 0 ക്യൂബ് 0. കഴിഞ്ഞു. ശരി, അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഡെറിവേറ്റീവ് വെച്ച് റീപ്ലേസ് ചെയ്യാം. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. x ക്യൂബിന്റെ 1ന്റെ ഡെറിവേറ്റീവ് 0, x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഇനി നമ്മൾ 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് e raised to 0 മുകളിൽ e raised to 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. e raised to 0 1 ആണ്. താഴെ 3 into 0 0. അതായത് നമുക്ക് വന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് 1/0 ആണ്. വന്ന ഫോർമാറ്റ് 1/0 ആണ്. ലാപിറ്റാൽ റൂൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി 1/0 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു നമ്മളൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം എഴുതി ചേർക്കുകയാണ്. ഒരിക്കലും ഞാൻ എഴുതുന്നത് ശരിയൊന്നുമല്ല. അതായത് ഇത് ഒരു കൃത്യ ഒരു റിസൾട്ട് ഒന്നുമല്ല. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ ഞാൻ എഴുതുന്നതാണ്. എനി നോൺ സീറോ കോൺസ്റ്റന്റ് ബൈ 0 ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇൻഫിനിറ്റി. ഞാൻ പറയുന്നു, ഇത് എ പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റി, എ നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി. അത് മനസ്സിലുണ്ടാവണം.
അതായത് അതല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ എഴുതുന്നില്ല. ഇനി അടുത്ത് സം നോൺ സീറോ കോൺസ്റ്റന്റ് ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ കൺസിഡർ ചെയ്തേക്കുക. മനസ്സിൽ ഇയാൾ അങ്ങനെ കൺസിഡർ ചെയ്തേക്കുക. ഇത് നമുക്ക് ഇനി അങ്ങോട്ട് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ പറയുന്നു, ഇത് ഒരിക്കലും ഒരു കറക്റ്റായ റിസൾട്ട് അല്ല. നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ a/0 ഇൻഫിനിറ്റി ആയതുകൊണ്ട് a ഈക്വൽ ടു 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വിചാരിക്കരുത്. അതായത് അല്ലാതെ a ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന് വിചാരിക്കരുത്. അതൊക്കെ തെറ്റാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇനി അങ്ങോട്ട് ഉപയോഗിക്കാം, അത്രമാത്രം ചെയ്താൽ മതി. അതിന്റെ ശരി തെറ്റുകളൊന്നും നോക്കണ്ട. Therefore, this is equal to 1/0. 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. 1/0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് കിട്ടുന്നത് ഇൻഫിനിറ്റിയാണ്. 1/0 നമുക്ക് അറിഞ്ഞുകൂടാത്ത ഫോമാണ്, ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ ഇവിടെ ലാപിറ്റാൾ റൂളിന്റെ കാര്യത്തിൽ അതിനെ ഇൻഫിനിറ്റി എന്ന് കണ്ടോളണം. അതെങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയെന്നൊക്കെ പിന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ പഠിക്കുന്നില്ല. ലിമിറ്റ് തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിമിറ്റ് മുഴുവനായി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്, അങ്ങനെ കണ്ടാൽ മതി. ശരി, ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി സർ. ശരി, ഈ വീണ്ടും ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അത്രയും നല്ലതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x by x square. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x by x square. ഫോർമാറ്റ് നോക്കാം. tan 0 0 ആണ്, 0 സ്ക്വയർ 0 ആണ്. 0/0 ഫോർമാറ്റ്. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ടാനിന്റെ ഡെറിവേറ്റീവ് അറിയാമോ? sec square x. This is sec square x divided by x-ന്റെ ഡെറിവേറ്റീവ് 2x. ഇനി നമുക്ക് ജസ്റ്റ് 0 കൊടുത്തു നോക്കാം. sec 0 cos 0 1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് sec. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ. 1 എന്താണ് 2 into 0. 1/0 ഫോർമാറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇൻഫിനിറ്റി ആണെന്ന്. Therefore ഉത്തരം ഇൻഫിനിറ്റി. Therefore ആൻസർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഡൺ. നെക്സ്റ്റ്, ലിമിറ്റ് x tends to 0 1 minus cos x by x square. വാല്യൂ കൊടുത്തു നോക്കാം. cos 0 1 ആണ്. 1 minus 1 0. പിന്നെ 0 സ്ക്വയർ 0. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം, which is equal to ലിമിറ്റ് x tends to 0. 1ന്റെ ഡെറിവേറ്റീവ് 0. കോസിൻ്റെത് മൈനസ് സൈൻ എക്സ്. അതുകൊണ്ട് മൈനസും കൂടെ സൈൻ എക്സ് ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇനി നിങ്ങൾ 0 കൊടുത്തു നോക്കൂ. 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സൈൻ 0 0. 2 into 0 0. 0/0. ഓക്കെ, നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്തിട്ടും വീണ്ടും 0/0 ഫോർമാറ്റ്. 0/0 ഫോർമാറ്റ് വന്നാൽ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. 0/0 ഫോർമാറ്റ് വന്നാൽ ഡെറിവേറ്റീവ് എടുക്കാന്നല്ലേ? ഡെറിവേറ്റീവ് എടുക്കാം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. 2x-ന്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഇനി കൊടുത്തു നോക്കൂ. cos 0 1/2. ലിമിറ്റ് കിട്ടി 1/2. അതായത് 0/0 ഫോർമാറ്റ് എത്ര വർഷം കിട്ടുന്നു അത്ര വർഷം ഡെറിവേറ്റീവ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല. 0/0 ഫോർമാറ്റ് എത്ര തവണ കിട്ടുന്നോ അത്രയും തവണ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരിക്കാം. യാതൊരുവിധ കുഴപ്പവും ഇല്ല. 0/0 ഫോർമാറ്റ് കിട്ടുമ്പോൾ മാത്രം
അല്ലാത്തപ്പോൾ എടുത്തുകൊണ്ടിരിക്കരുത്. അല്ലാത്തപ്പോൾ എടുത്തുകൊണ്ടിരിക്കരുത്, അത് പ്രശ്നമാണ്. ഓക്കെ, ശരി, ഡൺ. ഞാൻ അതുപോലെ തന്നെ 1/0 ഫോർമാറ്റ് ഒക്കെ എഴുതുമ്പോൾ ഇത് നിർത്തി. 1/0 കാണുമ്പോൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് തോന്നും. ചെയ്യരുത്. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് മാത്രം ഡെറിവേറ്റീവ് എടുക്കാന്നൊക്കെ തോന്നും. ചെയ്യരുത്, അത് തെറ്റാണ്. ഡൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. x raised to -4/3 divided by sin 1/x. ഇത് കമ്പാരിറ്റീവ്ലി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പൊ ഞാൻ സൈഡിൽ ചെയ്യുന്നേ. ലിമിറ്റ് അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ന്യൂമറേറ്റർ x raised to -4/3 എടുത്തു. ഇയാളെന്ന് പറയുന്നത് 1/x raised to 4/3 ആണ്. 1/x raised to 4/3 ആണ്. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ x = ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ സാധനം 1/∞ ആയി മാറും. 1/∞ 0 ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1/∞ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ന്യൂമറേറ്റർ പോകുന്നത് 0ലേക്കാണ്. ശരി, ഇനി ഡിനോമിനേറ്ററിന്റെ കാര്യം നോക്കാം. ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് 1/x ഉണ്ട്. 1/x sin xന്റെ അകത്താണ് കിടക്കുന്നത്, സമ്മതിച്ചു. 1/x ഉണ്ട്. x = ഇൻഫിനിറ്റി കൊടുത്താൽ അയാള് 1/∞ ആകും. 1/∞ 0 ആണ്. സൈനിന്റെ അകത്ത് 0 കൊടുത്താൽ 0 തന്നെയാണ്. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററും 0, ഡിനോമിനേറ്ററും 0. ന്യൂമറേറ്ററും 0, ഡിനോമിനേറ്ററും 0. ഞാനത് കൺഫേം ചെയ്യാനാണ് സൈഡ് ചെയ്തത്. ഇതൊരിക്കലും ഈ പ്രോബ്ലത്തിന്റെ ഭാഗമല്ല. സൈഡ് ചെയ്യുക, ഉറപ്പുവരുത്തുക. സാധാരണ പോലെ ഒരു ചെറിയ ഫംഗ്ഷൻ അല്ലല്ലോ, വലുതാണ് വന്നത്. x raised to -4/3 നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. 1/x raised to 4/3. x ഇൻഫിനിറ്റി കൊടുത്താൽ അത് 1/∞ ആവും. 1/∞ 0 കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 1/x ഉം 1/∞ ആണ്. x ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അതിനെയും 0 കാണും. sin 0 0 ആണ്. കഴിഞ്ഞു. അപ്പൊ അത് 0/0 ഫോം ആണെന്ന് കൺഫേം ചെയ്തു. ഇത് കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കൺഫേം ചെയ്തു. ഇനി നമുക്ക് നേരെ ഡെറിവേറ്റീവ് എടുക്കാം. 0/0 ആണെങ്കിൽ ലാപിറ്റാൽ റൂൾ ഉപയോഗിക്കാം. which is equal to limit extends to infinity -4/3 into x raised to -4/3 -1 -7/3 divided by സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. cos 1/x. 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. -1/x² ആണ്. എന്താണ്? ഇനി ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ പരിപാടിയാണ്. ഇവിടെ ഒരു മൈനസും വെട്ടിപ്പോകും. പിന്നെ നമുക്കുള്ളത് 4/3 ആണ്. 4/3 എന്തായാലും ലിമിറ്റിനെ ബാധിക്കുന്ന ഒന്നല്ല, ഒരു കോൺസ്റ്റന്റ് പരിപാടിയാണ്. കോൺസ്റ്റന്റിനെ ലിമിറ്റിന്റെ വെളിയിലെടുക്കാം. എന്നിട്ട് ഇവിടെ 1/x² ആണ്. ഇത് മുകളിലേക്ക് പോകും. 1/x² ആണ്. അതായത് അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് x raised to -7/3 into x² divided by cos 1/x. Therefore, അടുത്ത് which is equal to 4/3 വെളിയിൽ വന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ x raised to 7/3 -x² ആണ്. അപ്പോൾ പവറിന്റെ കൂടെ ആഡ് ആകും. -7/3 അല്ലെങ്കിൽ -7 + 6/3 -7 + 6/3 x raised to -1/3. x raised to -1/3. താഴെ cos 1/x. ഓക്കെ, ഡൺ. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ x raised to -1/3 എന്ന് പറഞ്ഞാൽ 1/x raised to 1/3 ആണ്.
ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അത് 1/∞ ആകും, പൂജ്യമാകും. 1/∞ ആകും, പൂജ്യമാകും. അതായത് ന്യൂമറേറ്റർ പൂജ്യമാണ്. ഇനി 1/x എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അത് 1/∞ ആണ്, പൂജ്യമാണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ പുള്ളിക്കാരൻ 4/3 ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇയാള് 0/1 ആയി മാറുന്നു. അതായത് 0 ആയി മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ പുള്ളിക്കാരന്റെ ലിമിറ്റ് 0. നോക്കണേ, ക്വസ്റ്റ്യന്റെ കുഴപ്പം നോക്കണേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അത്യാവശ്യം വലുതാണ് ഡെറിവേറ്റീവ് എടുക്കാൻ പാകത്തിന്. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. സൈഡിൽ ഓരോരുത്തരുടെ ലിമിറ്റ് ചോദിച്ചാണ് നമ്മൾ പോയത്. നമ്മൾ കാര്യത്തിലേക്ക് എത്തി. x⁻³ -7/3 ഇൻറ്റു x² ഡിവൈഡഡ് ബൈ cos 1/x. അതാണ് നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടിയത്. അതിനെ സിംപ്ലിഫൈ ചെയ്തു ഇങ്ങനെ കിട്ടി. ലിമിറ്റ് കൊടുത്തു, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, പ്രശ്നമുണ്ടോ? മനസ്സിലായോ? ഇല്ല സർ, മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോ നെക്സ്റ്റ് കാര്യം, അപ്പൊ നമ്മള് ലാപിറ്റൽ റൂളിന്റെ ബേസ് കഴിഞ്ഞു കേട്ടോ. ലാപിറ്റൽ റൂളിന്റെ ബേസ് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. ലാപിറ്റൽ റൂളിന്റെ അടുത്ത കാര്യം ശ്രദ്ധിക്കുക. നിങ്ങള് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x/g)ലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് 0/0 ഫോർമാറ്റ് വന്നാൽ ലാപിറ്റൽ റൂൾ ഉപയോഗിക്കും. 0/0 മാത്രമല്ല, ∞/∞ ഫോർമാറ്റ് വന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 0/0 ഫോർമാറ്റ് വന്നാൽ മാത്രമല്ല, അത് ∞/∞ ഫോർമാറ്റ് വന്നാലും ലാപിറ്റൽ റൂള് യാതൊരുവിധ പേടിയും കൂടാതെ നമുക്ക് ഉപയോഗിക്കാം. എന്നാണ് ഇവിടെ പറയുന്നത്. ദാ നോക്കൂ. f(x) ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, g(x)ഉം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. f(x)ഉം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, g(x)ഉം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിലും ലാപിറ്റൽ റൂള് ഉപയോഗിക്കാം. f(x)ന് പകരം f' റീപ്ലേസ് ചെയ്യാം. g(x)ന് പകരം g' റീപ്ലേസ് ചെയ്യാം. സ്റ്റിൽ ലിമിറ്റ് എക്സിസ്റ്റിംഗ്. കഴിഞ്ഞു. അതാണ് നമ്മുടെ തിയറം പറയുന്നത്. എൽ ഹോപ്പിറ്റൽ റൂൾ ഓഫ് ദ ഫോം ∞/∞ ഫോർമാറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഡൺ. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? സൊല്യൂഷനിലേക്ക് ഈ കാര്യം തന്നെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നത് ലിമിറ്റ് x → ഇൻഫിനിറ്റി x/e⁻x. ലിമിറ്റ് x → ഇൻഫിനിറ്റി x/e⁻x. മുകളിൽ ഇൻഫിനിറ്റി തന്നെയാണ്, യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെയുള്ളത് e⁻∞ ആണ്. അത് ഇൻഫിനിറ്റി തന്നെ. ഇൻഫിനിറ്റി തന്നെയാണ്. ∞/∞ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാപിറ്റൽ റൂള് ഉപയോഗിക്കാം. ∞/∞ ആണെങ്കിൽ ലാപിറ്റൽ റൂൾ ഉപയോഗിക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1, e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. ഇനി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/∞ ആണ്. 1/∞ 0 ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 0 ലിമിറ്റ് കിട്ടി. 0 വളരെ സിമ്പിളായി നമുക്ക് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞു. Now, next question. Limit x tends to 0 log x by cosec x. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് പറയുന്നത്. log 0 ഇൻഫിനിറ്റി ആണ്. cosec 0 എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആണ്.
കൊസീക്ക് 0 എന്ന് പറയുന്നതും ഇൻഫിനിറ്റിയാണ്. ലോഗ് 0 യഥാർത്ഥത്തിൽ മൈനസ് ഇൻഫിനിറ്റി ആണ് കേട്ടോ. അതിനൊരു സൈൻ ഒക്കെ ഉണ്ട്. ലോഗ് 0 എന്ന് പറഞ്ഞാല് മൈനസ് ഇൻഫിനിറ്റി ആണ്. കൊസീക് 0യും ഏകദേശം അങ്ങനെ തന്നെ. കൊസീക് 0 ഇൻഫിനിറ്റി ആണെന്ന് തോന്നുന്നു. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇൻഫിനിറ്റി ആണ്. ലോഗ് 0 സ്പെസിഫിക്കലി മൈനസ് ഇൻഫിനിറ്റി ആണ്. ഞാനൊന്ന് എടുത്തു പറഞ്ഞതേ. എന്തൊക്കെ വന്നാലും 0 കൊടുക്കുമ്പോൾ ഇയാള് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആണ്. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, കൊസീക്കിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, Therefore, this is equal to simplification ആവശ്യമുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1/x മൈനസ് മുകളിലേക്ക് ഇടാം. കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/sin ആണ്. കോട്ട് എന്ന് പറയുമ്പം cos x by sin x ആണ്. cos x by sin x. ഒന്ന് ഇയാളെ ഒന്ന് റെഡിയാക്കി എഴുതുമ്പോ നമുക്ക് കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മൈനസ് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, മൈനസ് അവിടെ ഇരിക്കട്ടെ. 1/sin x മുകളിൽ വരുമ്പോ sin x ആവും. 1/x, x താഴെ വരും, sin x by x ആവും. ഇതിന്റെ റെസിപ്രോക്കല് മുകളിലേക്ക് പോകുമ്പം sin x by cos x ആകും, അത് tan x ആകും. sin x by cos x ആകും, അത് tan x ആകും. കഴിഞ്ഞു. സിമ്പിൾ കാര്യം. ഇവിടെ ലിമിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ലിമിറ്റ് ഓരോരുത്തർക്കായിട്ട് മുറിച്ച് കൊടുക്കാം. sin x by x-ന് ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, tan x-ന് പ്രത്യേകം കൊടുക്കുന്നു. മുറിച്ച് കൊടുക്കും. അതൊരു തെറ്റായ കാര്യമല്ല. അതങ്ങനെ ചെയ്യാം. നമ്മൾ ലിമിറ്റ് a ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ലിമിറ്റ് a ഇൻറ്റു ലിമിറ്റ് ബി എന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തതാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ ഇത് 0/0 ഫോർമാറ്റ് ആകും. എക്സ് 0 കൊടുത്താൽ 0/0, sin 0/0. അപ്പൊ അവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. ഈ ഒരു സ്ഥലത്ത് മാത്രം ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, അവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്, താഴെ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ ലാപിറ്റാൾ റൂൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സാഹചര്യം ഇല്ല. നേരെ അങ്ങ് കൊടുത്താൽ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ tan 0 0 ആണ്. അപ്പൊ ഇതിവിടെ ഇൻറ്റു 0. ഇവിടെ എക്സ്റ്റൻസ് 0 കൊടുക്കുമ്പോൾ ഇവിടെ 1 കിട്ടും. എക്സ്റ്റൻസ് 0 കൊടുക്കുമ്പോൾ cos 0 1 ആണ്. അപ്പൊ -1/1 -1 ഇൻറ്റു 0 0. നിങ്ങൾ നോക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ അധ്വാനം കൂടും. സിംപ്ലിഫിക്കേഷനും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ അധ്വാനം എന്തായാലും കൂടും. അപ്പൊ ഞാനിവിടെ അധ്വാനം കൂട്ടുകയാണ്. log x by cosec x, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആണ്. എന്താണ് ചെയ്തതെന്ന് നോക്കുക. ഡെറിവേറ്റീവ് എടുത്തു. ലോഗ് 0 ഇൻഫിനിറ്റിയും ലോഗ് ഇൻഫിനിറ്റിയും ആണ്. അതും കൂടെ ഞാൻ എഴുതി തരാം. ലോഗ് ഇൻഫിനിറ്റി ആണ്. ഡൺ. അപ്പോ നമ്മൾ 1/x ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x, കൊസീക്കിൻ്റെത് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഇവിടെ കൊസീക് എക്സ് 1/sin x, കോട്ട് എക്സ് cos x by sin x. ഇത് മുകളിൽ പോലും x താഴെ വരും, -sin x by x. ഇത് മുകളിലേക്ക് പോകുമ്പോൾ tan x ആവും. ഇതിന്റെ റെസിപ്രോക്കലാണ് മുകളിലേക്ക് പോകുന്നത്, tan x ആവും. ലിമിറ്റ് രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ ലിമിറ്റ് 0/0 ആണ്. 0/0 ആയതുകൊണ്ട് തന്നെ ലാപിറ്റാൾ റൂൾ ഉപയോഗിച്ചു. ലിമിറ്റ് എക്സ്റ്റെൻസ് 0, tan x 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. കഴിഞ്ഞു. ഡൺ. ഇതാണ് ലാപിറ്റാൾ റൂൾ. നമ്മൾ ഇനിയും പ്രോബ്ലം ചെയ്യും. ഇനി 1-2 ക്ലാസ് കൊണ്ട് തന്നെ ലാപിറ്റാൾ റൂൾ അവസാനിക്കുന്നതാണ്.